മോണിറ്റൈസേഷന് വേണ്ടി വാച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലോങ് വീഡിയോയുടേത് മാത്രമാണ്. ആ ഒരു ഒറ്റ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ലോങ് വീഡിയോസിന് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിലും കൂടുതൽ വ്യൂസും കിട്ടും, നിങ്ങളുടെ വാച്ച് അവറും അവിടെ കൂടും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ചാനലിൽ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസിന് വ്യൂസും കിട്ടുന്നില്ല, വാച്ച് അവറും കൂടുന്നില്ല. അത് കാരണം നിങ്ങളുടെ മോണിറ്റൈസേഷനും സ്ലോ ആയി പോകുന്നു. ഇവിടെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലാണ് പ്രശ്നം. കാരണം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും നിങ്ങൾ മൊബൈൽ ആപ്പിലൂടെ അതിനെ അപ്ലോഡ് ചെയ്യുന്നു, ടൈറ്റിലും തമ്മിലും കൊടുക്കുന്നു, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൊടുത്ത് വേണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സമയം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഒരു 10 മിനിറ്റെങ്കിലും ആ അപ്ലോഡ് ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കണം. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ആ ഒരു ഒറ്റ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ലോങ് വീഡിയോസിന് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിലും കൂടുതൽ വ്യൂസും കിട്ടും, നിങ്ങളുടെ വാച്ച് അവറും അവിടെ കൂടും. ഇതറിഞ്ഞ് ഇത് ചെയ്യുന്നവർക്ക് അവരുടെ ലോങ് വീഡിയോസിൽ കിട്ടുന്ന വ്യൂസിൻ്റെ നല്ല ഒരു പാർട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് എന്ത് ഓൺ ചെയ്താലാണ് നമുക്ക് നമ്മുടെ ലോങ് വീഡിയോസിൻ്റെ വ്യൂസ് കൂട്ടാൻ പറ്റുന്നത്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങളിൽ പലരും വീഡിയോസ് സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങളൊരു കമൻറ്റ് വിടും, അയ്യോ എനിക്കിത് കിട്ടുന്നില്ല, എനിക്ക് വ്യൂസ് കൂടുന്നില്ല, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല. ഇങ്ങനെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ആ വീഡിയോ കംപ്ലീറ്റ് കാണണം. കംപ്ലീറ്റ് കണ്ട് കാര്യം മനസ്സിലാക്കി അതുപോലെ നിങ്ങളുടെ ചാനലിലും വീഡിയോസിലും ചെയ്താൽ മാത്രമേ നിങ്ങൾക്കും വ്യൂസ് സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു ഷോർട്ട് വീഡിയോ മൊബൈൽ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാം, എങ്കിലും ഇത് നിങ്ങൾ വീണ്ടും കാണണം. കാരണം നിങ്ങൾ ധൃതി വെച്ച് അപ്ലോഡ് ചെയ്യുമ്പോൾ എവിടെയാണ് നിങ്ങൾ തെറ്റ് കാണിക്കുന്നത്, എവിടെയാണ് നിങ്ങൾ മിസ്സാക്കി കളയുന്നത്, അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കി ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ തെറ്റ് തിരുത്തി കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സ്കിപ്പ് ചെയ്യരുത്. ഇവിടെ നോക്കുക, ഞാൻ എൻ്റെ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ഏറ്റവും താഴെയുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ആഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിരുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി. ഇനി ഈ ടിക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ വീണ്ടും നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഷോർട്ട് വീഡിയോ വളരെ നന്നായി ഓടിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നടക്കത്തുള്ളൂ. അതായത് ഈ ഷോർട്ട് വീഡിയോ ഓടിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ട് നമ്മുടെ. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് ഓടിക്കണമെങ്കിൽ ഈ ഷോർട്ട് വീഡിയോ ഒരു 10 സെക്കൻഡിനുള്ളിലുള്ളതായിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈറ്റിലും തംബ്നെയിലും വളരെ അട്രാക്റ്റീവായിട്ടുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കണം. അപ്പോൾ തംബ്നെയിൽ നമ്മുടെ അട്രാക്റ്റീവായ ഒരു ഫ്രെയിം ഈ ഒരു ഷോർട്ട് വീഡിയോയ്ക്കുള്ളിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതില്ലെങ്കിൽ ഈ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡിനുള്ളിലുള്ള ഒരു അട്രാക്റ്റീവായ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് ഈ ഷോർട്ട് വീഡിയോടൊപ്പം കൊടുത്ത് വേണം ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാനിത് കൊടുത്തിട്ടുണ്ടെന്ന് കരുതുക. അതുകൊണ്ട് ഇതിനെ തംബ്നെയിൽ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഈ തംബ്നെയിലിൻ്റെ മുകളിലുള്ള ഈ പെൻസിൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, നിങ്ങളുടെ ഷോർട്ട് വീഡിയോയുടെ കംപ്ലീറ്റ് ഫ്രെയിം ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഏത് പർട്ടിക്കുലർ ഫ്രെയിം ആണോ നിങ്ങൾ ഈ തംബ്നെയിലിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത്, അതിനെ ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ആ പർട്ടിക്കുലർ ഫ്രെയിമിൽ കൊണ്ടുവരിക. അപ്പോൾ ഞാൻ ഇതിനെ ഇതേപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഇതൊക്കെ ഇവിടെ ഈ ഒരു ഫ്രെയിമിനെ ഇവിടെ സെലക്ട് ചെയ്തെടുക്കുന്നു. എടുത്തതിന് ശേഷം ഇതിന് സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് ഇവിടെ നോക്കുക, എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ എന്താണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മലയാളത്തിൽ തന്നെ എന്നോട് കളിക്കുന്നോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നോക്കുക, ഇതിൻ്റെ കളറും ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കുക, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇതിൻ്റെ ഫോണ്ടിൻ്റെ ആ സ്റ്റൈല് നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ നോക്കുക, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റൈൽ ഇതേപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റൈലിൽ തന്നെ വെച്ചിട്ട് ഇവിടെ നോക്കുക, ഇനി ഇതേപോലെ ഇതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നോട് ഇന്നലെ ആരോ ചോദിച്ചിരുന്നത് എങ്ങനെയാണ് സൈസ് കൂട്ടുന്നതെന്ന്. ഇതേപോലെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിനെ ഇതേപോലെ ഡ്രാഗ് ചെയ്തിട്ട് എവിടെയാണോ നമുക്ക് വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. ഇവിടെ നോക്കുക, ഒരു അട്രാക്റ്റീവായ ഫ്രെയിം നമ്മൾ തംബ്നെയിലിനായിട്ട് സെലക്ട് ചെയ്ത് അതിന് മുകളിൽ കൊടുക്കുന്ന ടെക്സ്റ്റും നമ്മൾ അട്രാക്റ്റീവായ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഏറ്റവും മുകളിലുള്ള ഈ ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, തംബ്നെയിൽ നമ്മുടെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തംബ്നെയിൽ നമ്മൾ എത്രയും അട്രാക്റ്റീവായ രീതിയിൽ കൊടുക്കുന്നോ എങ്കിലേ നമ്മുടെ CTR അവിടെ കൂടത്തുള്ളൂ, എങ്കിലേ ഈ ഷോർട്ട് വീഡിയോയ്ക്ക് മാക്സിമം വ്യൂസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഷോർട്ട് വീഡിയോയ്ക്ക് മാക്സിമം വ്യൂസ് കിട്ടിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ നടക്കത്തുള്ളൂ. ഇനി ഇതിനൊരു വളരെ അട്രാക്റ്റീവായ ടൈറ്റിലും കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എന്നോട് കളിക്കുന്നോ എന്ന് തന്നെ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് നമ്മൾ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ചെറിയ ടൈറ്റിൽ കൊടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ ലെങ്തി ടൈറ്റിൽ ഷോർട്ട് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെ അത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നതുമില്ല, ആളുകൾക്ക് അത്രയൊന്നും വായിച്ചു നോക്കാനുള്ള സമയവുമില്ല. അപ്പം നമ്മൾ ചെറിയ ടൈറ്റിൽ പക്ഷേ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. അടുത്തത് വിസിബിലിറ്റി ആണ്. വിസിബിലിറ്റി നമ്മൾ എല്ലാ സെറ്റിംഗ്സും ചെയ്യുന്നത് വരെ അൺലിസ്റ്റഡിൽ തന്നെ കൊടുക്കുക. സെറ്റിംഗ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ പബ്ലിക് ആക്കി കൊടുക്കുക.
പലരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം, ന്യൂ കമർ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ വീഡിയോസ് കംപ്ലീറ്റ് കാണാറില്ലായിരിക്കും. അവർ ഈ അൺലിസ്റ്റഡിൽ തന്നെ വെച്ച് കംപ്ലീറ്റ് സെറ്റിങ്സ് ചെയ്തതിന് ശേഷം അത് അൺലിസ്റ്റഡിൽ തന്നെ അങ്ങ് വെക്കുകയാണ്. എന്നിട്ട് അവർ കംപ്ലയിൻറ്റ് ചെയ്യും, ചേട്ടാ എനിക്ക് വീസ കിട്ടുന്നില്ല, എനിക്ക് 1-2 വീസേ കിട്ടുന്നുള്ളൂ. അതും അവർ സ്വയം കാണുന്ന വീസ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം അവരതിനെ പബ്ലിക്കിൽ വെക്കുന്നില്ല. അപ്പം നിങ്ങൾ അറിയാത്തത് വലിയ തെറ്റൊന്നുമല്ല, പക്ഷേ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക, വീഡിയോസ് കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ കംപ്ലീറ്റ് സെറ്റിങ്സ് ചെയ്തതിന് ശേഷം അതിനെ പബ്ലിക്കാക്കി കൊടുത്താലേ അത് പബ്ലിക്കിലേക്ക് പോകത്തുള്ളൂ, എങ്കിലേ അത് ഓഡിയൻസിന് കാണാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് ലൊക്കേഷനാണ്. ലൊക്കേഷന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, അത് കൊടുത്തില്ലെങ്കിലും കാര്യമില്ല. അതിൻ്റെ അടുത്തത് ഓഡിയൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ യൂട്യൂബ് ഒരുപാട് സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചില കാര്യങ്ങളിൽ. കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തേത് ഓഡിയൻസിൽ നമ്മൾ കൊച്ചു കുട്ടികൾ മാത്രമുള്ള വീഡിയോസ് അല്ലെങ്കിൽ നോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സിന് കൊടുക്കുക. അതിൻ്റെ താഴെ ഏജ് റെസ്ട്രിക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ഡോണ്ട് റെസ്ട്രിക്ട് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ 18, അതിലും ടിക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്കുള്ള വീഡിയോ അല്ല, പക്ഷേ ഇത് മുതിർന്നവരിലേക്ക് മാത്രം ഒതുക്കേണ്ട, കുട്ടികളും കണ്ടോട്ടെ. ഈ രണ്ടിലും ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ അവിടെ ചാൻസ് ഉണ്ട്. പക്ഷേ കുട്ടികൾ മാത്രമുള്ള വീഡിയോസ് ആണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ പണി കിട്ടുന്നുണ്ട്. കാരണം ഇത്ര നാളും നമ്മൾ കുട്ടികളുള്ള വീഡിയോസ് ആണെങ്കിലും നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് ഒരുപാട് സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കുള്ള വീഡിയോയിൽ നമ്മൾ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുത്താലും യൂട്യൂബ് അതിനെ ഓട്ടോ മാർക്ക് ചെയ്ത് മെയ്ഡ് ഫോർ കിഡ്സ് ആക്കി മാറ്റുന്നുണ്ട്. അതിനോടൊപ്പം നമുക്കൊരു വാർണിംഗും തരുന്നുണ്ട്. ഈ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടും. ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞെന്നും വരാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ കുട്ടികളുള്ള വീഡിയോ ആണെങ്കിൽ സൂക്ഷിച്ച് വേണം ഈ ഒരു സെറ്റിംഗ്സ് കൊടുക്കാൻ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതാണ് റിലേറ്റഡ് വീഡിയോ. അതായത് നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോടൊപ്പം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് ഇവിടെ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാവുന്നതാണ്. അതൊരു ലോങ് വീഡിയോയും ആകാം, ഷോർട്ട് വീഡിയോയും ആകാം. പക്ഷേ ഞാൻ നിങ്ങളിൽ പലരുടെയും വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഷോർട്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യങ്ങളും കൊടുക്കാറില്ല. നിങ്ങൾക്ക് ധൃതിയാണ്. നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പെട്ടെന്ന് അതിനെ അങ്ങ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അതിനെ അപ്ലോഡ് ചെയ്ത് ഒരു ടൈറ്റിലും കൊടുത്ത് ഒരു തംബ്നെയിൽ സെറ്റ് ചെയ്ത് അങ്ങ് അപ്ലോഡ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൊടുക്കാറില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ സമയം കൊടുക്കുന്നത് പോലെ തന്നെ ഒരു 10 മിനിറ്റ് സമയം അത് അപ്ലോഡ് ചെയ്യുന്നതിനും കൊടുക്കണം. കൊടുത്ത് എല്ലാ സെറ്റിങ്സും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ നന്നായി ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലോങ് വീഡിയോയുടെ വ്യൂസും വാച്ച് അവറും കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോടൊപ്പം നിങ്ങൾ നല്ല ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. ഒരുപാട് വ്യൂസ് കിട്ടുന്ന ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അതിനോടൊപ്പം നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ലോങ് വീഡിയോ നിങ്ങൾ അതിൻ്റെ റിലേറ്റഡ് വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ ലോങ് വീഡിയോയുടെ വ്യൂസും കൂട്ടാൻ പറ്റും. അതുപോലെ വാച്ച് അവറും കൂട്ടി പതുക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വാച്ച് അവർ കൂട്ടി നിങ്ങളുടെ മോണിറ്റൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇതെൻ്റെ മക്കളുടെ ചാനലാണ്, അതുകൊണ്ടാണ് കുറേ ഷോർട്സ് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, എനിക്കൊരു ലോങ് വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഈ ലോങ് വീഡിയോ ഞാൻ ഇതിൻ്റെ റിലേറ്റഡ് വീഡിയോയിൽ സെലക്ട് ചെയ്യുന്നു. ഇനി അടുത്തത് ഷോർട്സ് റീമിക്സിംഗ്. ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കഴിഞ്ഞത് ചെയ്തിട്ടുണ്ട്, നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഇവിടെ നോക്കുക, ഷോർട്സ് റീമിക്സിംഗിൽ ഇവിടെ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതുപോലെ അലോ ഓൺലി ഓഡിയോ റീമിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. ഇവിടെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇവിടെ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ് രണ്ടും അങ്ങ് അലോ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആരൊക്കെ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് അതിനെ റീമിക്സ് ചെയ്യുന്നുണ്ടോ അവരുടെ ഷോർട്സിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ വീഡിയോയും കാണിക്കും. അപ്പോൾ അവർ അതിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഷോർട്സിൻ്റെ വ്യൂസും അവിടെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ ഷോർട്സിൻ്റെ വ്യൂസ് കൂടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഈ റിലേറ്റഡ് വീഡിയോയിലുള്ള ലോങ് വീഡിയോയുടെ വ്യൂസും അവിടെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മറ്റാരും എൻ്റെ ഷോർട്സ് അങ്ങനെ റീമിക്സ് ചെയ്യേണ്ട ആ ഒരു ഉദ്ദേശം വെച്ച് നിങ്ങൾ ഇങ്ങനെ കൊടുക്കരുത്. നിങ്ങൾക്ക് തന്നെയാണ് പ്രയോജനം. ഇവിടെ ഷോർട്സ് റീമിക്സിംഗിൽ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൊടുത്തിട്ട് നമ്മളിവിടെ ബാക്ക് വരുന്നു. ഇനി അടുത്തത് പെയ്ഡ് പ്രൊമോഷനാണ്. പെയ്ഡ് പ്രൊമോഷൻ നിങ്ങൾ ആരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അതിൻ്റെ പ്രൊമോഷനും കൂടെ നിങ്ങളുടെ ഈ ഷോർട്ടിലൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അതില്ലെങ്കിൽ നിങ്ങൾ നോ കൊടുക്കുക. എന്നിട്ട് ശേഷം നിങ്ങളിവിടെ ബാക്ക് വരിക. ഇനി അടുത്തത് അൾട്ടേഡ് കണ്ടന്റ് ആണ്. അൾട്ടേഡ് കണ്ടന്റ് എന്താണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. എങ്കിലും നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ വീഡിയോസൊന്നും അൾട്ടേഡ് കണ്ടന്റ് അല്ല. അതുപോലെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, AI യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടേഡ് കണ്ടന്റ് ആണ് എന്നുള്ളത്. അങ്ങനെയുമല്ല, AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അൾട്ടേഡ് കണ്ടന്റ് അല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഈ വീഡിയോ എന്തായാലും അൾട്ടേഡ് കണ്ടന്റ് അല്ല. അതുകൊണ്ട് ഞാൻ നോ കൊടുത്തിട്ട് ബാക്ക് വരുന്നു. അടുത്തത് കമൻസ് ആണ്. കമൻസ് നമ്മൾ എപ്പോഴും ഓൺ ചെയ്ത് തന്നെ കൊടുക്കുക. നമ്മളത് ഓൺ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഓഡിയൻസിനെ നമ്മളെ കോൺടാക്ട് ചെയ്യാനും അതിനുള്ള റിപ്ലൈ നമുക്ക് അവർക്ക് കൊടുക്കാനും പറ്റത്തുള്ളൂ. ഇങ്ങനെ കമൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു എൻഗേജ്മെൻറ്റ് കിട്ടത്തുള്ളൂ, നമുക്ക് നല്ല ഒരു ഗ്രോത്ത് നമ്മുടെ ചാനലിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഇനി ബാക്കിയായിട്ടുള്ളത് നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇതിനെ ഓപ്പൺ ചെയ്ത് നിങ്ങളിവിടെ കൊടുത്തിരിക്കുന്ന ടൈറ്റിലിനെ അതേപോലെ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറേ ഹാഷ്ടാഗ്സും കൂടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ ടാഗ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ വരുന്നില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇവിടെ ഈ വീഡിയോയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ
നിങ്ങളുടെ വ്യൂസ് ലോങ് വീഡിയോയുടെ വ്യൂസ് കൂട്ടി നിങ്ങളുടെ വാച്ച് അവർ കൂട്ടാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഷോർട്ട് വീഡിയോയുടെ വാച്ച് അവർ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് സ്ക്രീനിൽ കാണിക്കും. അത് പക്ഷേ ഒരിക്കലും മോണിറ്റൈസേഷന് വേണ്ടി അത് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. മോണിറ്റൈസേഷന് വേണ്ടി വാച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലോങ് വീഡിയോയുടേത് മാത്രമാണ്. അപ്പോൾ ലോങ് വീഡിയോയുടെ വ്യൂസ് കൂടിയാൽ മാത്രമേ നിങ്ങളുടെ വാച്ച് അവർ അവിടെ കൂടുന്നത് നിങ്ങളുടെ ഈ മോണിറ്റൈസേഷൻ്റെ പേജിൽ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ലോങ് വീഡിയോയുടെ വാച്ച് അവർ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ ഷോർട്ട് വീഡിയോയുടെ ഒപ്പം അതിൻ്റെ റിലേറ്റഡ് വീഡിയോയിൽ നിങ്ങളൊരു ലോങ് വീഡിയോയും കൂടെ കൊടുക്കുക. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോയുടെ വ്യൂസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലോങ് വീഡിയോയുടെയും വ്യൂസ് കൂടും, നിങ്ങളുടെ വാച്ച് അവറും പതുക്കെ അവിടെ കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോയുടെ റീമിക്സിൽ നിങ്ങൾ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ് തന്നെ കൊടുക്കുക. അങ്ങനെ മറ്റാരും എൻ്റെ ഷോർട്ട് കോപ്പി ചെയ്യേണ്ട ആ ഒരു ചിന്ത വെക്കാതിരിക്കുക. കാരണം അവരെക്കാട്ടിലും കൂടുതൽ പ്രയോജനം നിങ്ങൾക്കാണ്. അവർക്ക് വ്യൂസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഈ ഷോർട്സിൻ്റെയും വ്യൂസ് അവിടെ കൂടിയിരിക്കും. അപ്പോൾ ഇതാണ് എനിക്കിവിടെ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇനി മുതൽ ചെയ്യുക. ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊരു 10 മിനിറ്റ് കൊടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.